ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഫൈനലി എന്ന ബ്ലോക്കിനെ കുറിച്ചാണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ഈ ഫൈനലി എന്നുള്ള ബ്ലോക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പഠിച്ചു. അതിനകത്തുള്ള ട്രൈ ബ്ലോക്കിനെ കുറിച്ച്, ക്യാച്ച് ബ്ലോക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്കതിൻ്റെ ഫൈനലി, അതായത് ഫൈനൽ ബ്ലോക്ക് നമുക്കൊന്ന് നോക്കാം. ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ഈ ഫൈനലി ബ്ലോക്ക്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സം കോഡ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്താലും ശരി, എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തില്ലെങ്കിലും ശരി എന്നുള്ള രീതിയിലാണ് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇത് റിസോഴ്സ് റിലീസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ എക്സെപ്ഷൻ ത്രോ ചെയ്താൽ റിസോഴ്സ് അവിടെ സ്റ്റക്കായി കിടക്കാൻ പാടില്ല. അത് റിലീസ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്താണ് പർപ്പസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മെമ്മറി മാനേജ്മെൻറ്റും ഹാർഡ്വെയർ മാനേജ്മെൻറ്റും സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നവരാണ്. അപ്പോൾ അത്തരം റിലീസിങ്ങിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഫൈനലി ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രൈക്കും ക്യാച്ചിനും ശേഷമാണ് നമ്മൾ ഈ ഫൈനൽ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 2 എക്സാമ്പിൾ ഉണ്ട്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. 2 ടൈപ്പിലുള്ള എക്സാമ്പിൾസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. മറ്റേ എക്സാമ്പിൾ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാത്ത കേസുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്താലും ശരി, ഹാൻഡിൽ ചെയ്തില്ല എങ്കിലും ശരി, നമുക്ക് ഈ ഫൈനലി എന്നുള്ള ബ്ലോക്ക് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ആദ്യം എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്ത കേസ് ഒന്ന് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് എക്സ് എക്സാമ്പിൾ പബ്ലിക് സ്റ്റാറ്റ് വോയിഡ് മെയിൻ. ഇതിനകത്ത് ആദ്യം തന്നെ ട്രൈ ബ്ലോക്കാണുള്ളത്. ഇൻറ്റ് എ = 10, പിന്നെ ഇൻറ്റ് ബി = 0. അപ്പോൾ എക്ക് 10 കൊടുത്തു, ബിക്ക് 0 ഡിഫൈൻ ചെയ്തു. പിന്നെ അത് രണ്ടും ഡിവൈഡ് ചെയ്യാണ് a/b. ഓഫ് കോഴ്സ് നമുക്കറിയാം 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സെപ്ഷൻ വരും. 10/0 എന്ന് പറഞ്ഞ എക്സെപ്ഷൻ വന്നു. ക്യാച്ച് എക്സെപ്ഷൻ കൺസോൾ റൈറ്റ് ലൈൻ അപ്പോൾ അവിടെ ക്യാച്ചിനകത്ത് എന്താണ് എക്സെപ്ഷൻ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. കാരണം ഇത് സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്ന എക്സെപ്ഷനാണ്. പിന്നെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള എക്സെപ്ഷൻ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. പിന്നെ ക്യാച്ചിന് ശേഷം ഫൈനലി കൺസോൾ റൈറ്റ് ലൈൻ, ഫൈനലി ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്, പിന്നെ കൺസോൾ റൈറ്റ് ലൈൻ, റെസ്റ്റ് ഓഫ് ദി കോഡ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓൾറെഡി നമുക്കറിയാം എന്താണ് ഇവിടെ എക്സെപ്ഷൻ നടക്കുന്നത് എന്നുള്ളത്. അതായത് ഡിവൈഡഡ് ബൈ 0 എന്നുള്ളത് ഒരു എക്സെപ്ഷനാണ്, അത് റണ്ണിങ് എററാണ്. കണ്ടോ ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നത്, സിസ്റ്റം ഡോട്ട് ഡിവൈഡഡ് ബൈ 0 എക്സെപ്ഷൻ, പിന്നെ അറ്റംപ്റ്റഡ് ടു ഡിവൈഡഡ് ബൈ 0, ഫൈനലി ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്, റെസ്റ്റ് ഓഫ് ദി കോഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. ഇനി നമുക്കടുത്തത് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത കേസിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് എക്സ് എക്സാമ്പിൾ, ക്ലാസിൻ്റെ പേര് കൊടുത്തു, പിന്നെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് മെയിൻ മെത്തേഡ് കൊടുത്തു. ട്രൈക്കകത്ത് എന്താണ്, ഇൻറ്റ് എ = 10, ഇൻറ്റ് ബി = 0, ഇൻറ്റ് എക്സ് = a/b. ഓക്കെ, അപ്പോൾ ഇവിടെയും സെയിം ആണ്. അതായത് ഡിവൈഡഡ് ബൈ 0 എന്നുള്ളതാണ് ഇവിടുത്തെ എക്സെപ്ഷൻ. പക്ഷേ ക്യാച്ചിൽ കൊടുത്തപ്പോൾ നൾ റെഫറൻസ് എക്സെപ്ഷൻ എന്ന് കൊടുത്തു അതിനകത്ത്. അപ്പോൾ എക്സിക്യൂഷൻ കറക്റ്റ് എക്സിക്യൂട്ട് ആവില്ല, കാരണം ഡിവൈഡഡ് ബൈ 0 ആണ് എന്ന് സിസ്റ്റമാണ് അവിടെ നമുക്ക് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നൾ റെഫറൻസ് എന്നുള്ള തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് പാസ് ചെയ്തു. അപ്പോൾ ഇത് കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യൂല. കൺസോൾ റൈറ്റ് ലൈൻ അപ്പോൾ എന്താണ്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ഇവിടെ പോസിബിൾ ആയില്ല. എന്നാലും നമ്മൾ ഈ പറഞ്ഞപ്പെട്ട ഫൈനലി ബ്ലോക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കൺസോൾ റൈറ്റ് ലൈൻ ഫൈനലി ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്, കൺസോൾ റൈറ്റ് ലൈൻ റെസ്റ്റ് ഓഫ് ദി കോഡ് എന്ന് നമ്മൾ കൊടുത്തു. പക്ഷേ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിളുടെ പ്രത്യേകത എന്താണ്, ഇത് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാത്ത കേസാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരുള്ളൂ, അൺഹാൻഡിൽഡ് എക്സെപ്ഷൻ സിസ്റ്റം ഡോട്ട് ഡിവൈഡഡ് ബൈ. അപ്പോൾ ഇത് അൺഹാൻഡിൽഡ് ആയിട്ടുള്ള ഒരു എക്സെപ്ഷൻ ആണെന്നുള്ള മെസ്സേജ് പാസ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് വരിക. അതായത് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെസ്സേജ് പോലെ വരും. എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ അൺഹാൻഡിൽഡ് ആയിട്ടുള്ള എക്സെപ്ഷൻ എന്നും വരും. അപ്പോൾ ഒരുവിധപ്പെട്ട ഇതൊക്കെ നമ്മുടെ എക്സെപ്ഷൻ ക്ലാസ്സിനകത്ത് നമുക്ക് ബിൽറ്റ് ഇൻ ആണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം തന്നെ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യും. നമ്മളിങ്ങനെ
എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. അതായത് ട്രൈ, ക്യാച്ച്, പിന്നെ ഫൈനലി എന്നുള്ള ബ്ലോക്കൊക്കെ യൂസ് ചെയ്ത് പാർട്ടീഷൻ ചെയ്ത് കോഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി എന്ന് മാത്രം. ബാക്കി സിസ്റ്റം മാനേജ് ചെയ്യും. എക്സെപ്ഷൻ ത്രോയും ഹാൻഡ്ലിങ്ങും ഒക്കെ നമ്മുടെ സിൻറ്റാക്സും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായാൽ മതി. എന്നാൽ ചില കേസിൽ സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എറേഴ്സ് ഉണ്ടാവാം. അവിടെയാണ് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള എക്സെപ്ഷൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്താ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഫൈനലി ബ്ലോക്കിനെ കുറിച്ചാണ്. ഈ ഫൈനലി ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന 4 കീവേഡ്സിൽ പെട്ട ഒരു കീവേഡാണ്. അതിനകത്തുള്ള ഒന്നാണ് ട്രൈ എന്ന് പറഞ്ഞ ബ്ലോക്ക്. അത് ട്രൈ കോഡാണ്. അതായത് അതിനകത്ത് സം കോഡുണ്ട്, നമ്മൾ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. അതിന് വേണ്ടിയുള്ള കോഡാണ് ട്രൈ ബ്ലോക്കിനകത്ത് വരിക. പിന്നെ വരുന്നത് ക്യാച്ചാണ്. അത് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ബ്ലോക്കാണ്. ട്രൈ ബ്ലോക്കിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന എക്സെപ്ഷൻ ഉണ്ടായിരിക്കും, അത് ഹാൻഡിൽ ചെയ്യുന്നത് ക്യാച്ച് ബ്ലോക്കാണ്. പിന്നെ വരുന്നതാണ് ഫൈനലി ബ്ലോക്ക്. ഇത് നമ്മളുടെ സ്പെസിഫിക് കോഡ് എക്സെപ്ഷൻ ത്രോ ചെയ്താലും അത് ഹാൻഡിൽ ചെയ്തോ ഇല്ലയോ എങ്കിൽ കൂടി എന്ത് ചെയ്യണം, ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. പിന്നെ ത്രോ ഉണ്ട്. അതെന്താണ്, ന്യൂ എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ട്രൈ ക്യാച്ച് ബ്ലോക്കിലേക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫൈനലി ബ്ലോക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിനകത്ത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊരു പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്. നമ്മളുടെ റൺ ടൈം എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്നാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെയൊക്കെ നോർമൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും റൺ ടൈം എറേഴ്സ് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പറഞ്ഞു. പിന്നെ എക്സെപ്ഷൻ്റെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനകത്ത് ഡിവൈഡഡ് ബൈ 0, നൾ റെഫറൻസ്, ഇൻവാലിഡ് കാസ്റ്റ്, പിന്നെ ഫീൽഡ് ആക്സസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ എക്സെപ്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു. അതായത് അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യും, പിന്നെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും, പിന്നെ പാർട്ടീഷൻ ചെയ്യാൻ കഴിയും, പിന്നെ ലെസ് കോഡ് വെച്ച് നമുക്ക് എക്സിക്യൂഷൻ നടക്കും, പിന്നെ സ്പെസിഫിക് എക്സെപ്ഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുള്ള ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഓരോ ബ്ലോക്കുകളും ഡിസ്കസ് ചെയ്തു. ട്രൈ എന്താണെന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു, ക്യാച്ച് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെയൊക്കെ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. ഫൈനലി നമ്മൾ ഇന്ന് എന്ത് ഡിസ്കസ് ചെയ്തു? ഫൈനലി എന്നുള്ള ബ്ലോക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ചെയ്യുക, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.